അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ ഞെരുങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. അമ്മ അവരുടെ പ്രയാസം മകനോടും ഭാര്യ അവരുടെ പ്രയാസം ഭർത്താവിനോടുമാണ് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം ആരുടെ കൂടെ നിൽക്കും? സത്യത്തിൽ രണ്ടുപേരുടെയും കൂടെ നിൽക്കണം. അതായത് വിഷമം പറയുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യുക, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. പ്രയാസം കേട്ട് കഴിഞ്ഞ് അവരിന് എമ്പതൈസ് ചെയ്യുക. അമ്മയുടെ വിഷമം അറിയാം, അമ്മയുടെ ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി അവൾ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷമം അമ്മയ്ക്കുണ്ടാവും. അത് എമ്പതൈസിങ് ആണ്. അതിനുശേഷം നമുക്ക് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം. അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ, അവളെ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക, ഇവിടുത്തെ രീതികളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ ഭാര്യയെയും അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് എമ്പതൈസ് ചെയ്യണം. നിനക്ക് ഈ പുതിയ വീട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ രീതികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സംസാര രീതികൾ എന്തെങ്കിലും ഹേർട്ടാവുന്നുണ്ടാവാം. ഇത് അങ്ങനെ അവളോടും ഒന്ന് എമ്പതൈസ് ചെയ്ത് ശ്രദ്ധയോടെ കേട്ട് കൂടെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് പറയാം, അമ്മ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ്. അങ്ങനെ ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സോ ഒന്ന് ക്ഷമയോടെ അറ്റൻഡ് ചെയ്യുക, ലിസൺ ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, കണക്റ്റ് ചെയ്യുക. ഇത്തരം കാര്യം കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളെല്ലാം വളരെ നമുക്ക് ഊഷ്മളമായി കൊണ്ടുപോകാവുന്നതാണ്.